ഭാരതത്തിൻ്റെ പുനർസൃഷ്ടിക്ക്, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ ജീവിച്ച എല്ലാ മനുഷ്യവിഭാഗങ്ങളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനതയുടെയോ ഒരു മതക്കാരൻ്റെയോ അല്ല രാജ്യം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുകയും ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ പുരോഗതിയിലും എല്ലാ വിഭാഗങ്ങളുടെയും പങ്ക് നമുക്ക് ദർശിക്കാവുന്നതാണ്. അതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിച്ച ജനതയാണ് മുസ്ലിം സമുദായം. ഇന്ന് നാം ഭാരതം എന്ന് പറയുമ്പോൾ അത് തികച്ചും നിർമ്മിതമായ ഒരു രാജ്യമാണ്. അതിന് ഭൂപ്രകൃതിയുണ്ട്, അതിന് ഭൂമിശാസ്ത്രപരമായ അതിരുകളുണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ പ്രത്യയം തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് വേണ്ടി ആണ്. മുസ്ലിം സമുദായമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഭരണകർത്താക്കളാണ് ഇന്ത്യ എന്ന രാജ്യം സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇന്ന് നാം ഇന്ത്യയെ ഇന്ത്യ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേര് തന്നെ ഇന്ത്യക്ക് വന്നത് അറബികളിൽ നിന്നാണ്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നാണ്. സിന്ധു നദിയുടെ കിഴക്കുള്ള ഭൂവിഭാഗത്തെ അന്ന് സിന്ധുക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അവരെ സൈന്ധവന്മാർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് സൈന്ധവന്മാർ അവരാണ് ഹൈന്ദവർ എന്ന തരത്തിൽ അറിയപ്പെട്ടത്. കാരണം പഹ്ലവി ഭാഷയിൽ സ എന്ന അക്ഷരം ഹ എന്നാണ് ഉച്ചരിക്കുക. അങ്ങനെ അത് ഹൈന്ദവന്മാരാകുന്നു. പിന്നീട് അത് ഹുനൂദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് അവരുടെ രാജ്യം ഹിന്ദു എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ആദ്യം വരുന്നത് അറബി സാഹിത്യങ്ങളിൽ നിന്നാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് പിന്നീട് പ്രവഹിക്കപ്പെടുന്നത്. ആ പേരാണ് പിന്നീട് പ്രചാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഒരുപാട് ജാതികളായിട്ടും ജനങ്ങളായിട്ടും വിഭജിക്കപ്പെട്ടിരുന്നു എന്നത് മാത്രമല്ല ശരി. പക്ഷേ ഇന്ത്യക്ക് ഒരു മഹത്തായ പൈതൃകമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ശാസ്ത്രീയമായ സാംസ്കാരികമായ മൂല്യങ്ങൾ അത് എന്നും വളരെ ഫലവത്തായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ തന്നെ വിശ്വാസപ്രകാരം അവരുടെ നിരവധി പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നതിൽ പല പ്രവാചകരും ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ടാകണം. മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഒരു സമൂഹവും ഒരു സമുദായവും പ്രവാചകന്മാരില്ലാതെ പോയിട്ടില്ല. കാരണം ആ നിലയ്ക്ക് ഇന്ത്യ പൗരാണിക കാലത്ത് തന്നെ വിവിധ നാടുകളുമായി ബന്ധപ്പെടുന്ന രാജ്യമാണ്. കച്ചവടപരമായി മാത്രമല്ല, സാംസ്കാരികമായുള്ള കൊടുതികളും വരവുകളും ഒക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ സ്വത്താണ്. ആ നിലയ്ക്ക് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു വലിയ ഉന്നതമായ നിലവാരമുള്ള ഒരു സംസ്കൃതി നൽകുന്നതിൽ ഇവിടുത്തെ പ്രവാചകന്മാർ പങ്കുവഹിച്ചിരിക്കാം. വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഏകദൈവത്വ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തങ്ങളുടെ മേൽ ബ്രാഹ്മണീയതയും അതുപോലെ പിൽക്കാലത്തുള്ള ജന്മിത്വവും ഒക്കെ അതിൻ്റെ മേൽ കുടിയിരുന്നത് കൊണ്ടാണ് ഈ യഥാർത്ഥ സംസ്കൃതി കാണാതെ പോയത്. ഇങ്ങനെ ഏകദൈവത്വത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് ശാസ്ത്രം, ഗോളശാസ്ത്രം എന്താണ്, ഗണിതശാസ്ത്രം എന്താണ്, വൈദ്യശാസ്ത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധം ആദ്യമുണ്ടായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നിന്നാണ് അറബ് ലോകത്തേക്കും മറ്റ് ലോകങ്ങളിലേക്കും ഇത് പ്രസരിക്കുന്നത്. പക്ഷേ ഇത് ബ്രാഹ്മണ മേധാവിത്വത്തിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് ആരും കാണാതെ പോയി. പിന്നീട് അത് പുറത്തു കൊണ്ടുവരുന്നത് മുസ്ലിം സമൂഹമാണ്. ഇതിന് ആദ്യമായി വഴിതെളിയിച്ചത് അൽ-ബിറൂനിയാണ്. അൽ-ബിറൂനി 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ചിത്രം അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ മുക്കുമൂലകളിൽ അദ്ദേഹം സഞ്ചരിച്ചു. അവിടെ നിന്നുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും സമ്പന്നമായ സംസ്കാരം കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന്. കാരണം ഇത് ഒരു പണ്ഡിതനാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്ന് സംസ്കൃതം പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെയുള്ള ബ്രാഹ്മണർ അതിന് സമ്മതിച്ചില്ല. കാരണം അദ്ദേഹം ഒരു മ്ലേച്ഛനാണ്, എന്ന് പറഞ്ഞാൽ വിദേശിയാണ്, അല്ലെങ്കിൽ അശുദ്ധിയുള്ളവനാണ്. അശുദ്ധിയുള്ളവന് വേദം പഠിപ്പിക്കാൻ കഴിയില്ല, പാടില്ല, പാപമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അൽ-ബിറൂനിയുടെ അദ്ദേഹത്തിന് അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹം മൂലം
അദ്ദേഹം മരങ്ങളുടെ വൃക്ഷങ്ങളുടെ മറവിലിരുന്നു കൊണ്ട് അദ്ദേഹം വിജ്ഞാനം നേടുകയായിരുന്നു. ഇത് ബ്രാഹ്മണർ അറിയാതെയായിരുന്നു. അങ്ങനെ ഗുരുകുല സമ്പ്രദായപ്രകാരം വനങ്ങളിൽ വെച്ചുള്ള വിദ്വൽ സദസ്സുകളിൽ നിന്ന്, വിദ്വാൻമാരിൽ നിന്ന് അദ്ദേഹം സംസ്കൃതം പഠിക്കുകയും ആരും അറിയാതെ അദ്ദേഹം സംസ്കൃത പണ്ഡിതനായി തീരുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ചു കാലമുള്ള തൻ്റെ ഇന്ത്യയിലെ ജീവിതത്തിനിടക്ക് 200ഓളം സംസ്കൃത കൃതികൾ അദ്ദേഹം തർജ്ജമ ചെയ്യുകയും ചെയ്തു അറബിയിലേക്ക്. അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഈ അടിസ്ഥാനപരമായ ഈ സ്വത്ത്, വിജ്ഞാന സമ്പത്ത് മറ്റു ലോകത്തേക്ക് പ്രസരിപ്പിച്ചു കൊടുത്തത് അറബികളാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയെക്കുറിച്ച് അവർ കൂടുതൽ അറിയുന്നു. ഇന്ത്യയിലേക്ക് വിവിധ സംസ്കാരങ്ങളുടെ വരവായി. കച്ചവട സംബന്ധമായി മാത്രമല്ല, ഒരുപാട് സൂഫികൾ അവരുടെ മതപ്രബോധനവുമായി ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നു. കാരണം അത്രയ്ക്കും സ്വതന്ത്രമായൊരു രാജ്യമായിരുന്നു ഇവിടെ. ആർക്കും വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചിരുന്നില്ല. ഏത് സംസ്കാരത്തെയും ദയാപൂർവം കാരുണ്യപൂർവ്വം സ്വീകരിക്കാനുള്ളൊരു മനസ്സ് എന്നും ഇന്ത്യക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതു സംസ്കാരങ്ങൾക്കും വീതിയൊരുക്കാൻ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മോചനം തന്നെ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ബ്രാഹ്മണത്വം സൃഷ്ടിച്ച ജാതീയതയും അശുദ്ധിയും അതുപോലെ ഉച്ചനീചത്വങ്ങളൊക്കെ മാറ്റി ഏറെക്കുറെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ വന്ന ഭരണാധികാരികൾക്ക് മാത്രമല്ല, മുസ്ലിം ഭരണാധികാരികൾക്ക് മാത്രമല്ല സാധിച്ചത്, മറിച്ച് ഇവിടെ പ്രബോധനം നടത്തിയ സൂഫികൾക്കും അതുപോലെ അറബ് ദേശങ്ങളിൽ നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നും വന്ന മുസ്ലിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയുടെ ഭാഗധേയം നിർണയിക്കുന്നതിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ വന്ന ഭരണാധികാരികളും അതുപോലെ ഇവിടെ വന്ന സൂഫികളും വലിയ പങ്ക് വഹിച്ചു. ഇവർ ഉയർത്തിപ്പിടിച്ച തത്വം തന്നെ ഒരിക്കലും നമ്മുടെ ചരിത്രകൃതികൾ പറയുന്നത് മാത്രമല്ല ശരി. കാരണം ചരിത്രകൃതികൾ പലതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ വസ്തുതകളെ തേടിപ്പോകുമ്പോൾ ഇന്ത്യക്കാരിൽ ഏത് മതക്കാരുണ്ടെങ്കിലും ഏത് വിഭാഗക്കാരുണ്ടെങ്കിലും അവരൊക്കെ പരസ്പരം അറിയാനും പരസ്പരം ഒന്നായി ജീവിക്കാനും വ്രതമെടുത്തവരായിരുന്നു. കാരണം ചൂഷണത്തെ അവർ ഏത് വിഭാഗത്തിൻ്റെ ആളുകളായാലും ഭരണാധികാരികളുടെ ചൂഷണത്തെ എതിർത്തിട്ടുണ്ട്. നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ അവിടെയുള്ള ജനങ്ങൾ നീതിമാനായ ഭരണാധികാരി എന്ന് അദ്ദേഹം ജനങ്ങളോട് വിളിക്കാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ജനങ്ങളോട് പറഞ്ഞു, എന്നെ നിങ്ങൾ സുൽത്താന ആദിൽ എന്ന് വിളിക്കണം, നീതിമാനായ ഭരണാധികാരി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള സൂഫികളും ജനങ്ങളും പറഞ്ഞു, അങ്ങനെ പറയാൻ കഴിയില്ല, നിങ്ങൾ നീതിമാനല്ല. അപ്പോൾ അവിടെ ഭരണാധികാരിയുടെ മതമോ ഭരണാധികാരിയുടെ ജാതിയോ ഒന്നും നോക്കാതെ തന്നെ എന്താണ് ശരിയെന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കാരൻ എന്നും ഉണ്ടായിരുന്നു. ഈ ആർജവമാണ് ഇന്ത്യക്കാരനെ അന്ന് തന്നെ ഇന്ത്യക്കാരനാക്കുന്നത്. ഒരുപാട് വ്യവസ്ഥിതികൾ നമുക്കറിയാം. മുഗളന്മാരുടെ കാലത്താണ് അല്ലെങ്കിൽ സുൽത്താൻമാർ ഭരിക്കുന്ന കാലത്താണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായത്. ഭക്തി പ്രസ്ഥാനം മൂലം എന്താണ് സംഭവിച്ചത്? ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചു, അതുപോലെ അവർ ഉപനിഷത്തുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ മറക്കപ്പെട്ടിരുന്ന സ്വന്തം വേദഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് തങ്ങളുടെ വിശ്വാസാചാരങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഇവിടെ കബീർ വന്നത്, അതുകൊണ്ടാണ് നാനാക്ക് വന്നത്. ഇവരൊക്കെ കൊണ്ടുവന്നത് ഈ മതങ്ങളിലൊക്കെ ഉള്ള ഒളിഞ്ഞുകിടക്കുന്ന തങ്ങളുടെ പൗരാണിക മതത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഏകദൈവ വിശ്വാസത്തെ അവർ പുറത്തു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പരസ്പരം അറിയാനും ഈ ഒരു ഏകദൈവ വിശ്വാസം ഇസ്ലാം മതത്തിലും ഉണ്ടല്ലോ, ഇസ്ലാം മതം വളരെ ഏകദൈവത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന മതമാണല്ലോ, അതുപോലെ ഇത് ഹൈന്ദവ മതത്തിലും ഉണ്ടല്ലോ. ഇങ്ങനെ എല്ലാ മതങ്ങളിലും ഉള്ള ഏകദൈവത്വത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ എല്ലാ മനുഷ്യർക്കും ഒന്നാകാൻ കഴിഞ്ഞു. ഇത് മുഗൾ ഭരണകാലത്ത് പ്രത്യേകിച്ചും അക്ബറിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇവരെ ഒരുമിച്ച് വായിക്കാനാണ് കഴിയുന്നത്. നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയെക്കുറിച്ച് കേൾക്കുന്നു, അതുപോലെ ബാബ ഫരീദിനെ കുറിച്ച് കേൾക്കുന്നു, ബാബ ഫരീദിന്റെ ശിഷ്യനായ ഗുരുനാനാക്കിനെ കുറിച്ച് കേൾക്കുന്നു, അതോടൊപ്പം കബീറിനെ കുറിച്ചോ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ദൈവത്തിലൂടെ മനുഷ്യരെ ഒന്നാക്കി എടുക്കാനുള്ള ഒരു മഹത്തായ ശ്രമം നമ്മുടെ പാരമ്പര്യത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ഇത്തരം ചരിത്ര വസ്തുതകളെ കൊണ്ടുവരാതെ
കേവലം ഭരണപരമായ അല്ലെങ്കിൽ ആയുധപരമായ സംഘടനകൾ നിറഞ്ഞ ഒരു ചരിത്രത്തെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ജന്മിത്വത്തിന് എതിരായി, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ സമരം മുഴക്കുന്നതിന് വേണ്ടി അവിടെയൊന്നും ഒരു തരത്തിലുള്ള ഭിന്നിപ്പും ഇവിടുത്തെ ഇന്ത്യക്കാർക്കിടയ്ക്ക് ഉണ്ടായിട്ടില്ല. പരസ്പര വിശ്വാസങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം ആയുധമായിരുന്നു, ഹൈന്ദവർക്ക് അവരുടെ വിശ്വാസം ആയുധമായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിദേശ ശക്തികളെ എതിരിടുന്നതിലും അവർ ഏറെക്കുറെ ഒന്നായി നിലകൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയാണ്. മുഗൾ ചക്രവർത്തി ബഹാദൂർ ഷാ സഫർ ഇവിടെ ഭരിക്കുമ്പോഴാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് സജീവമായ പങ്കുവഹിച്ച ആളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഈ ആളുകളുടെ, ഞാൻ മതപരമായി അവരുടെ കാണുന്നതിന് വേണ്ടിയല്ല പറയുന്നത്, പക്ഷെ ഈ ആളുകളുടെയൊക്കെ ലക്ഷ്യം എന്തൊക്കെയായാലും ഒന്ന് തന്നെയായിരുന്നു. ബഹാദൂർ ഷാ സഫറിനെ ജയ് വിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവനും മുസൽമാനും, അവർ അങ്ങനെ അക്കാര്യത്തിൽ മതപരമായ ഒരു ഭിന്നത അവർ കണ്ടില്ല. ഒരുമിച്ച് നിന്നുകൊണ്ട് മുഗൾ ഷഹിൻഷാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് മുഗൾ ഷഹിൻഷായ ബഹാദൂർ ഷായെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേതാവാക്കിക്കൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. നമുക്കറിയാം, ശിവാജിയും ഔറംഗസേബും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിന്റെ അടിസ്ഥാനം ഒരിക്കലും മതമായിരുന്നില്ല. ശിവാജി ഒരിക്കലും താൻ യുദ്ധം ചെയ്യുന്നത് ഹൈന്ദവ ധർമ്മത്തിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരിക്കലും ഔറംഗസേബ് ഞാൻ ഇസ്ലാമിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അവരവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നാ പറഞ്ഞത്. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന ഒരു ലക്ഷ്യമാണ് ഔറംഗസേബിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ശിവാജിക്കെതിരെ തന്റെ സേനാനായകനായ രാജാ ജയ്സിംഗിന് പറഞ്ഞേക്കുമായിരുന്നില്ല. അതുപോലെ ശിവാജി യുദ്ധം ചെയ്യുന്നത് ഔറംഗസേബിനെതിരെ ഹൈന്ദവ ധർമ്മത്തിനായിരുന്നെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരിക്കലും അദ്ദേഹം ഇബ്രാഹിം ഖാനെ പറഞ്ഞേക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ മതപരമായ വിടവുകൾ. മറിച്ച് നമ്മുടെ അനുസ്യൂതമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ ചരിത്രത്തിന്റെ ആത്മാവിനെ നമ്മൾ സ്പർശിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ തൃണവൽഗണിക്കാൻ തയ്യാറായവരാണ്. അവർ ഏത് രാജ്യത്ത് ജീവിക്കുന്നു? സാമുദ്രി രാജ്യത്ത് ജീവിച്ചുകൊണ്ടാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സാമുദ്രിയുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തത്. കൊച്ചി രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന അവർ കൊച്ചി രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു. വെള്ളാട്ടിരിയുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ മുസ്ലിങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും പിന്നീട് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു, അപ്പോൾ അവർ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. അപ്പോൾ അവിടെ ഒരു വേർതിരിവ് നമ്മൾ കാണുന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നത് അവിടെ എല്ലാ മതങ്ങളും തമ്മിലുള്ള ഐക്യമായിരുന്നു. മതങ്ങൾ വെറുതെ കൃത്രിമമായി ഐക്യപ്പെട്ടതല്ല, മറിച്ച് തങ്ങളുടെ രാജ്യം ഹിന്ദുസ്ഥാനം സ്വതന്ത്രമാവുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഭിന്നമായി ഈ വലിയ സ്ട്രീമിന്റെ പ്രവാഹത്തിന്റെ സൈഡിലേക്ക് മാറിപ്പോകുന്ന കുറച്ചൊക്കെ ആളുകൾ ഉണ്ടാകും. പക്ഷെ അവർ ചരിത്രത്തിന്റെ ഭാഗമല്ല, അവർ ചരിത്രത്തിലെ വശങ്ങളാണ്. അവരെ നമ്മൾ മാറ്റി നിർത്തുക. പക്ഷേ ഈ അനുസ്യൂതമായ ആ പ്രവാഹത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നമുക്ക് വരകൾ വരച്ചോ അല്ലെങ്കിൽ വേലി കെട്ടിയോ അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ല. ആ നിലക്കാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ആരംഭിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കറിയാം അവധിലെ ബീഗം ഉണ്ടായിരുന്നു, റാണി ലക്ഷ്മിബായി ഉണ്ടായിരുന്നു, നാനാ സാഹിബ് ഉണ്ടായിരുന്നു, അതുപോലുള്ള ആളുകൾ, ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹാദൂർ ഷാ സഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു പ്രവാഹത്തിലൂടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ തുടങ്ങുന്നത്. പിൽക്കാലത്തും ഇവിടെ വളരെ കൂടുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിക്കാൻ മുസ്ലിം സമുദായത്തിന് അവർക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കിയത് അവരുടെ മതമാണ്. സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് തന്നെ ഒരർത്ഥത്തിൽ അധിനിവേശത്തിനെതിരെയാണ് സമരം തുടങ്ങുന്നത്. ഇത് ആദ്യമായിട്ട് ഇവിടെ അധിനിവേശവുമായി വന്ന പറങ്കികളുടെ കാലത്ത് തുടങ്ങുന്നുണ്ട്. അല്ലാതെ ഇന്നത്തെ ആധുനിക ചരിത്രകാരന്മാരൊക്കെ എഴുതിവിടുന്ന പോലെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നൊന്നും അല്ല, അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നല്ല, ഒരു ജാലിയൻ വാലാബാഗിൽ നിന്ന് കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്വിറ്റ് ഇന്ത്യ സമരം കൊണ്ട് മാത്രം തുടങ്ങുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരം. എന്ന് മുതലാണോ ഇവിടെ അധിനിവേശം തുടങ്ങുന്നത് അന്ന് മുതൽ ആ സമരം തുടങ്ങിയിട്ടുണ്ട്.
അത് കേരളക്കരയിൽ നിന്നാണ് തുടങ്ങുന്നത്. കേരളക്കരയിൽ കുഞ്ഞാലി മരക്കാർമാർ കൊണ്ടുവന്ന ആ ധർമ്മയുദ്ധത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ പൊളിച്ചെഴുതേണ്ടത്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അത് 1498 വാസ്കോഡി ഗാമ ഈ നമ്മുടെ നാട്ടിൽ കാലുകുത്തിയ അന്നു മുതൽ തുടങ്ങിയാണ്. അപ്പൊ അതിനുശേഷം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേര് നമ്മൾ കേൾക്കുന്നു. സാമൂതിരി രംഗത്തുണ്ടായിരുന്നു, ശിവാജി രംഗത്തുണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ രംഗത്ത് വന്നു. അതുപോലെ അഹമ്മദുള്ള ഷാ, അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തിളങ്ങി നിന്ന വ്യക്തിത്വമാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ തുർക്കിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന പേരുകൾ മഹാത്മാഗാന്ധിയുടെ പേര് കേൾക്കുന്നു, മൗലാന മുഹമ്മദ് അലിയുടെ പേര് കേൾക്കുന്നു, മൗലാന ഷൗക്കത്ത് അലിയുടെ പേര് കേൾക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചരിത്രം ഇങ്ങോട്ട് മറിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയും രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ഈ ഒരു സമുദായം പിന്നോട്ട് പോയിട്ടില്ല. മറിച്ച് ഇന്ത്യയുടെ പൊതുവായ മതേതരമായ ഒരു സംസ്കാരത്തെ, പാരമ്പര്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ഇവിടെ വരുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രാജ്യത്തുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അവർ മുഖവിലേക്ക് എടുത്തിട്ടില്ല. രാജ്യത്ത് പരസ്പരം നമ്മൾ ഒരു വീട്ടിൽ കലഹം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഹൈന്ദവനും മുസ്ലിമും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒരു സാഹോദര്യ പ്രശ്നമായിട്ട് തന്നെയാണ് നിലനിന്നത്. അവിടെ പക്ഷം പിടിക്കാനല്ല പോയത്. മറിച്ച് രാജ്യത്തിനെതിരെ വരുന്ന വലിയ വിപത്ത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാലത്ത് നമ്മളത് കാണുന്നതാണ്. മഹാത്മാഗാന്ധി ഖിലാഫത്തിന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, അത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിങ്ങളെ ഈ ഇന്ത്യക്കാരല്ലേ? മുസ്ലിങ്ങൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? ഒരു മുസൽമാന് വേണ്ടി നിങ്ങൾ ത്യജിക്കുന്ന ത്യാഗം ഇന്ത്യക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു നിങ്ങളുടെ ത്യാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഖിലാഫത്തിനെ ഞാൻ അതിനുവേണ്ടി ഞാൻ നിലകൊള്ളുന്നത്. അതുപോലെ അന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ സന്ദർഭത്തിലാണ് അബ്ദുൽ ബാരി എന്ന മഹാനായ പണ്ഡിതൻ, ഫിറങ്കി മഹലിലെ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഇവിടെ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് ഇന്ത്യയുടെ ശക്തിയാണ്. ഇന്ത്യയുടെ ശക്തി ഹൈന്ദവന്റെയും മുസൽമാന്റെയും ശക്തിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടൊന്ന് മൂത്രമൊഴിച്ചാൽ അതിൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ബ്രിട്ടീഷുകാരെ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഭിന്നിപ്പ് പാടില്ല. അദ്ദേഹവും മൗലാന മുഹമ്മദ് അലിയും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ നയിക്കുന്ന ആ ഒരു കാഴ്ച നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ഭിന്നത ഉണ്ടാകുകയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യമല്ല, അല്ലെങ്കിൽ ഒരു ജാതിയുടെ സ്വാതന്ത്ര്യമല്ല, മറിച്ച് അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ നമ്മൾ അന്വർത്ഥമാക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഇവിടെ ജനിച്ചു മരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇവിടെ നമ്മുടെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കേണ്ടവർ, ഇന്ന് അവരെ നമ്മൾ അവഗണിക്കുകയാണ്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും അദ്ദേഹം ആ ഒരു മൊട്ടത്തലേനെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഷർട്ടിടാത്തവനെ അവർക്ക് വേണ്ട. അതുപോലെ അവർ നോക്കുന്നതൊക്കെ ഒരു പുതിയ ലോകത്തേക്കാണ്, ഒരു പുതിയ പാശ്ചാത്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തേക്ക് അവർ നോക്കുന്നത്. മറിച്ച് പിന്നോട്ട് തിരിഞ്ഞു നിന്ന് തങ്ങൾ കയറി വന്ന ഈ ഒരു കോണിയിലൂടെ കയറി വന്ന്, ഈ ഏണിയിലൂടെ നമ്മൾ കയറി വന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ആർജവം ഇന്നത്തെ യുവാക്കൾക്കില്ലാതായി, ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതായി. അതുകൊണ്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളുക. അവിടെ എങ്ങനെയാണ് ഇന്ത്യയിലെ കഴിഞ്ഞ കാലത്തെ ജനങ്ങൾ ജീവിച്ചത്, അവരുടെ ഐക്യം എന്തായിരുന്നു, അവരുടെ രാജ്യസ്നേഹം എന്തായിരുന്നു, അവർ രാജ്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ മരിച്ചു എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്കിടയിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാകും. ഇന്ത്യക്കാരൻ ഒന്ന് എന്ന ചിന്തയിലേക്ക് നമ്മൾ ഉണരും. അങ്ങനെ സമ്പന്നമായ, തികച്ചും എല്ലാ ജനങ്ങളും ഒന്നായി നിൽക്കുന്ന പുരോഗനാത്മകമായ ഒരു രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും യത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമ്മതിക്കുന്നു.